ഈ മിമിക്രി കലാകാരന്മാർക്ക് ഒരു കഷ്ടകാലമാണോ ഇപ്പോ? അല്ലല്ലോ. അല്ല. മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഗ്രഹം എല്ലാവർക്കും ചിരിക്കാൻ തന്നെയാണ്. അല്ല, ഇപ്പൊ പുഞ്ചിരി മാത്രമേ ഉള്ളൂ എന്ന് പറയും നിങ്ങളുടെയൊക്കെ തമാശ കേൾക്കുമ്പോൾ. ഏറ്റവും കൂടുതൽ നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഫ്ലവേഴ്സിലെ ഐറ്റം വേറെ. അപ്പൊ അത് ഇപ്പൊ നല്ല പ്രേക്ഷകർ എവിടെ ചെന്നാലും ഇപ്പൊ ആളുകൾ എന്നെ കലാഭവൻ പ്രസാദ് അല്ലേ എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഐറ്റം വേറെ അല്ലേ, പ്രസാദ് അല്ലേ, ഐറ്റം വേറെ അതെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു അഭിമാനമുണ്ട് തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും കൂടെയാണ് അത് വേദിയിൽ. ഓക്കെ, അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളത് ഒരിക്കലും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഓടിങ്ങി വന്നത് മനസ്സിലായോ? ഇവിടെ ഹരിശ്രീ യൂസഫ് ഇരിപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ ചിലപ്പോ എന്റെ സ്ഥാനത്ത് കയറി നിൽക്കും എന്നുള്ളൊരു ഭയം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. എന്തും ചെയ്യാൻ കലാകാരനല്ലേ? അതെ അതെ. പക്ഷേ ഇവിടെ ഞാൻ വളരെ മാന്യമായ. എന്തിനാ ഈ മാന്യത ജീവിതത്തില്? അതാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്, എന്തിനാണ് ഈ മാന്യത? എന്താ എല്ലാ കലാകാരന്മാർക്കും വേണ്ടത് സാർ മാന്യത. അത് സാറിന് കുറച്ച് കൂടുതലുണ്ട്, എനിക്കും കുറച്ച് കൂടുതലുണ്ട്. സത്യസന്ധമായിട്ടേ പറയാമോ? അത്രേ ഉള്ളൂ. മിമിക്രി പഴയതുപോലെ നമ്പറുകൾ എറിക്കുന്നില്ലെന്നൊക്കെ നാട്ടുകാർ പറയുന്നു. വെറുതെ ആണോ? അല്ല സാറേ, അങ്ങനെ നമ്പറുകൾ എറിക്കാത്തവരാണെങ്കിൽ ഇത്രയും പേര് ഇവിടെ വന്ന് ഇരിക്കത്തില്ല. എല്ലാത്തിനും തല്ലിക്കൊന്ന് കുഴിച്ചു മൂടേണ്ട സമയം കഴിഞ്ഞു. എപ്പോഴെങ്കിലും ജനങ്ങളെ യൂസഫിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യം മിമിക്രി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്? അല്ല, സ്റ്റേജില് കൈകാര്യം ചെയ്യേണ്ട പരിപാടിയല്ല. കൈകാര്യമല്ല, കൂവൊക്കെ കിട്ടാത്ത ആരാണല്ലോ സാർ? അല്ല, ചില സ്ഥലത്ത് കൂവൽ അപ്രീസിയേഷനാ അല്ലേ? അതെ, ചിലയിടത്തൊക്കെ നമ്മൾ അവർ കൂവുമ്പോ നമ്മളെ കളിയാക്കുന്ന. പക്ഷെ അത് അവർ നമ്മളെ കഴിഞ്ഞ വർഷം യൂസഫ് കസാക്കിസ്ഥാനിൽ പോയായിരുന്നു. കസാക്കിസ്ഥാൻ അവിടേക്കും മിമിക്രി കണ്ടുപിടിച്ചില്ല. അല്ലേ? അല്ല, എന്നോട് ആരോ പറഞ്ഞു കസാക്കിസ്ഥാനിൽ വെച്ച്. അതാ, പോയ സ്ഥലങ്ങളെ കുറിച്ചൊന്നും പറയില്ല, പോകാത്ത സ്ഥലത്തെ കുറിച്ച് ഇല്ലാത്ത പറയും. അല്ല, സാറ് പറഞ്ഞല്ലോ ഇത് കാലഹരണപ്പെട്ടു പോയെന്നൊക്കെ ആരോ പറഞ്ഞെന്ന്. അല്ലെ, വഴി വെച്ച് ആൾക്കാർ പിടിച്ചെടുത്തി പറയാണെന്ന്. സാർ എന്തിനാണ് ഇങ്ങനെയുള്ള വഴി ഞാനും സാറിനെ പിടിച്ച് വഴി നിർത്തിയൊക്കെ? മാത്രമല്ല, വേറെ എന്തെല്ലാം വഴി ഉണ്ടായിരുന്നു സാർ. ഏത് ചാനലും നിലനിൽക്കുന്ന കോമഡിയിലാണ് അല്ലേ? ഇപ്പൊ ഫ്ലവേഴ്സ് ആണെങ്കിൽ തന്നെ ഇപ്പൊ ഐറ്റൻ വേറെ എത്രയോ ആളുകൾ കാണുന്നു. ഈ കോമഡി ഇഷ്ടപ്പെട്ടിട്ടല്ലേ? കോമഡി കാലഹരണപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രോഗ്രാം ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോ യൂസഫ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യും, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഞാൻ വഴി നടക്കരുത്. ആളുകൾ മാത്രം പോകുന്നു. ഇതുപോലുള്ള ആശാമാര് ചോദ്യങ്ങളുമായിട്ട് വരും. സാറേ, 2-3 തരം ഓഡിയൻസ് ഉണ്ട്. അതായത് കോമഡി മനസ്സിലാകുന്ന ആളുകൾ, അവർക്ക് എന്നും കോമഡി മനസ്സിലാകും, അവരെന്നും ചിരിച്ചോണ്ടിരിക്കും. കോമഡി ഒരിക്കലും മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്, അവർക്ക് ഒരിക്കലും കോമഡി മനസ്സിലാകത്തില്ല, അവർ ചിരിക്കത്തില്ല. അവരാണത് മനസ്സിലായി. അവരെ നമ്മൾ ഒഴിഞ്ഞു മാറുക. മനസ്സിലായത്. ഓക്കെ, ജോർജ് എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മുടെ യൂസഫ് പറയുന്ന ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. കാര്യങ്ങൾ ഗംഭീരമായിട്ട് പോകും. ഞാൻ ആവശ്യമില്ലാത്ത കല്യാണ സ്ഥലത്തിനൊന്നും പോരുന്നത് മാത്രമേ പുള്ളി പറയുന്നുള്ളൂ. എങ്ങനെയാ കാര്യം? നല്ല രീതിയിൽ പോകുന്നുണ്ട്. സജീവല്ലേ? സജീവമാണ്. അന്ന് കണ്ട പോലെ ഇന്നും ഇരിക്കുന്നുണ്ട്. രഹസ്യം എന്തുവാ? അതന്നെ, ജോർജ് സാർ പഴയ ജോർജ് സാർ തന്നെയാണല്ലോ. ജോർജ് സാർ എന്താ മാറ്റം? എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ജോർജ് സാർ ഹിറ്റാവാൻ തന്നെ കാരണം ഏലൂർ ജോർജ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? താങ്ക് യു ജോർജ് സാറേ. അതെ, ഗംഭീരമായി. അപ്പൊ ജോർജ് ഇപ്പം സ്റ്റേജ് പ്രോഗ്രാം കിട്ടുന്നുണ്ടോ? ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഞാൻ ഷോന് പോകുന്നത്. ഇത് ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്നല്ലേ? പിന്നെ കാലഘട്ടത്തില് ഇപ്പം ഈ നമ്മുടെ വിദേശ നാടുകളിലേക്കാണല്ലോ കൂടുതൽ വേദികള്, ഇവിടെ കുറവല്ലേ? അപ്പൊ അവിടെയൊക്കെ ഉള്ള ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് പാട്ട് മതി. പാട്ട് പാടുക, തുള്ളുക, അതൊരു കാലഘട്ടത്തിലായിരുന്നു. ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഇപ്പൊ തന്നെ നിങ്ങൾ പണ്ടൊക്കെ പറഞ്ഞ തമാശകളൊക്കെ ഇന്നിപ്പോ യൂട്യൂബിലൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ ഒരുപാട് കേസ് എടുത്തിരിക്കും. റെസ്ട്രിക്ഷൻസ് ചെയ്യുമ്പോൾ ജോർജിന് ഒരുപാട് പേരെ കളിയാക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? ഇവരെ അറിയത്തില്ല. വൈഫിനെ പോലും കളിയാക്കാൻ പറ്റില്ല. വൈഫിനെ കളി അവര് ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഇല്ല, നന്നായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.